കഴിഞ്ഞ വീഡിയോയിലുണ്ടാക്കിയ അതേ ലൈൻ ചാർട്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ സെയിൽസും അതുപോലെ തന്നെ പ്രോഫിറ്റും കാണിക്കുന്ന ഒരു ലൈൻ ചാർട്ടാണ് ക്വാർട്ടർ വൈസ്. നമുക്ക് ഇതേ കോളംസ് ഉപയോഗിച്ച് ബാക്കി ചാർട്ടുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കാരണം പവർ ബി ഐയിൽ ചാർട്ടുകൾ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പാണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഡാറ്റ പാനലിൽ നിന്ന് വിഷ്വലൈസേഷൻ പാനലിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇതേ ലൈൻ ചാർട്ട് ഉപയോഗിച്ച് ഏരിയ ചാർട്ട് ഉണ്ടാക്കാൻ ജസ്റ്റ് ഇവിടെ ഏരിയ ചാർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ആ ലൈൻ ചാർട്ട് ഏരിയ ചാർട്ടായി കൺവേർട്ട് ചെയ്തത്. കാണിക്കുന്ന ഡാറ്റയൊക്കെ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റാക്ഡ് ഏരിയ ചാർട്ട്, സ്റ്റാക്ഡ് ലൈൻ ആൻഡ് സ്റ്റാക്ഡ് കോളം ചാർട്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സെയിൽസും അതുപോലെ തന്നെ പ്രോഫിറ്റും. ഇവിടെ കോളം വൈ ആക്സിസിലാണ് ഈ പ്രോഫിറ്റും സെയിൽസും ഉള്ളത്. നമുക്ക് മാറ്റി വേണമെങ്കിൽ പ്രോഫിറ്റ് ലൈനിലേക്ക് കൊടുക്കാവുന്നതാണ്. റിബൺ ചാർട്ട് നമ്മൾ മുമ്പ് ചെയ്തതാണ് ഓൾറെഡി. വാട്ടർഫോൾ ചാർട്ട് എന്ന് വെച്ചാൽ ഇതാണ് ടോട്ടൽ സം ഓഫ് സെയിൽസ് ആണ് ഈ ലാസ്റ്റുള്ള ബ്ലൂ ലൈൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ 2016 ക്വാർട്ടർ 1 ഉണ്ടായ സെയിലാണിത്. അങ്ങനെ ഓരോ ക്വാർട്ടറിലും എത്ര സെയിൽ നടന്നു എന്നുള്ളതാണ് ഈ ഗ്രീൻ ലൈൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഇത് ടോട്ടലായാണ് ഈ ബ്ലൂ ലൈൻ. നെക്സ്റ്റ് ഫണൽ ചാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സ്കാറ്റർ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂമറിക്കൽ കോളംസ് കാണിക്കാൻ വേണ്ടിയാണ്. അതിനെ വൈ ആക്സിസിലേക്ക് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ക്വാർട്ടറിലെ സം ഓഫ് സെയിൽസും പ്രോഫിറ്റും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ചാർട്ടും പവർ ബിയിൽ ഉപയോഗിക്കാൻ ഏത് ചാർട്ട് ഏത് സമയത്ത് ഉപയോഗിക്കണം എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി.